ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയുമായാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി എല്ലാം വർദ്ധിപ്പിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നെല്ലിക്കയെല്ലാം കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെയധികം ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 500 ഗ്രാം നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്ക നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റീമറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെല്ലിക്കയെല്ലാം ഈ സ്റ്റീമറിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ സ്റ്റീമർ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതെല്ലാം ആവശ്യത്തിന് ആവി കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് പൊളിഞ്ഞു നിൽക്കുന്ന ഒരു പരുവമാവുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആറി വന്നതിന് ശേഷം ഞാനിതിവിടെ ഇതിൻ്റെ കുരു മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കുരു മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ചൂടെല്ലാം നന്നായി ആറി വന്നതിന് ശേഷം നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ചേർക്കാനായി ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 600 ഗ്രാം ശർക്കരയാണ് ഒരു പാനിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നന്നായി മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിതിവിടെ നെല്ലിക്കയെല്ലാം നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മെൽറ്റായി ഇരിക്കുന്ന ശർക്കര പാനി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരിച്ച് വേണം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ ശർക്കരയിലെ കല്ലും മണ്ണും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ശർക്കര പാനി മുഴുവനായി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കില്ല. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നിങ്ങളല്ലാത്ത പാത്രത്തിലാണെങ്കിൽ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇവയുടെ പൊടിയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര മിക്സിയിലേക്ക് ചേർത്ത് അതിനകത്തേക്ക് ഒരു 4 ഏലക്കായും അതുപോലെ 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കാനായി ഞാനൊരു ബൗളിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഇതേപോലെ കലക്കിയെടുത്തിട്ട് ഒഴിച്ചാലും മതി. അപ്പോൾ ഇതുകൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി മാറുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള നെയ്യ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്രായമായവരൊക്കെ കഴിക്കാനാണെങ്കിൽ 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ നെയ്യ് ചേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെല്ലാം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നല്ല ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടെല്ലാം നന്നായി ആറി വരുന്ന സമയമാകുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഇത് കുട്ടികൾക്കെല്ലാം കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ബ്രെഡിനകത്ത് ജാമിൻ്റെ പകരമായിട്ട് ഈ നെല്ലിക്ക ലേഹ്യം ചേർത്തിട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസത്തോളം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ 2 ആഴ്ചയിൽ കൂടുതലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ഞാനിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെല്ലാം ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.